ആ ശരിയാ. ചോറ് ശരിയായി അപ്പം അത് ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. ഇതിനി ഇറക്കി വെച്ചേച്ച് ഉള്ളിയെല്ലാം എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിക്കണം. എന്നിട്ട് ഇതിൻ്റെ പുറത്തോട്ട് ഇട്ടാൽ മതി. വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളം കളയാതെ എടുത്തിരിക്കുന്നതാണ്. എല്ലാവരും വെള്ളം കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. ഞാൻ അങ്ങനെയല്ല, വെള്ളം വറ്റിച്ചെടുക്കുകയാണ്. ചോറ് ശരിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇച്ചിരി ഒന്ന് ഉള്ളിയെല്ലാം താളിക്കണം. അപ്പം ഇതെടുത്ത് ഇറക്കി മാറ്റി വെക്കും. ഇത് നെയ്യും എണ്ണയും കൂടെ ഉള്ളതാണ്. അത് ഞാൻ ഒഴിച്ചുവിടുകയാണ്. ഒന്ന് ഉള്ളി മൂപ്പിക്കാൻ വേണ്ടിയാണ്. ഇച്ചിരി ഈ നെയ്യും കൂടെ ഇടാം. ഇനിയിപ്പോൾ തീ ഉണ്ടാക്കാം. ചൂടാണ്, കുഴപ്പമില്ല. ഇത് ഉള്ളി ഇടുവാണ്. നല്ല മൂത്തില്ല, എന്നാലും ഉള്ളി ഇട്ടേക്കാം. ശകലം ഒന്ന് മൂക്കട്ടെ. നമ്മളെല്ലാ സാധനവും കുറച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലാതെ ഒരുപാട് ഇട്ടൊന്നുമല്ല. എന്നാലും നല്ല രുചിയായിരിക്കും നെയ്ച്ചോറ് വെക്കുമ്പോൾ. ഇപ്പം നെയ്യും എണ്ണയും കൂടെ കൂടിയതാണ്. അപ്പോൾ ഒന്ന് പൊള്ളിച്ചൊന്ന് എടുത്ത് ചോറിൻ്റെ പുറത്തിടാനാണ്. ഇനി കപ്പലണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും വേണം. മുന്തിരിങ്ങ ഇല്ല, മേടിച്ചില്ല. പിന്നെ അതുകൊണ്ട് കപ്പലണ്ടിപ്പരിപ്പ് മാത്രമാണ് ഇടുന്നത്. പിന്നെ മല്ലിയിലയും അതിൻ്റെ പുറത്തിടും. ഇങ്ങനെ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. പൈസ ഒരുപാട് മുടക്കില്ലാതെ നല്ല രുചിയോടുകൂടി വെക്കാൻ പറ്റും. എല്ലാവരും ഒരുപാട് നെയ്യൊക്കെ ഒഴിച്ച് ചോറ് വാർത്ത് വെള്ളം കളഞ്ഞൊക്കെ വെക്കുന്നത്. ഞാൻ അങ്ങനെയല്ല. ഞാൻ വെള്ളം ഒഴിച്ച് ചോറ് വെച്ച് വറ്റിച്ചെടുത്തിട്ട് ഇറക്കി വെച്ചുകൊണ്ട് അതിനകത്ത് കറുവാപ്പട്ടയും പിന്നെ ഏലക്കായും ഉപ്പ്, പിന്നെ 2-3 ശകല ഉള്ളി, പിന്നെ ഗ്രാമ്പൂ എല്ലാം കൂടെ ഇട്ട് വെള്ളത്തിനകത്ത് തന്നെ ഇടും. കുരുമുളകും ഇടും. അങ്ങനെ തിളച്ച് അതിനകത്ത് നെയ്യ് ഒഴിച്ചിട്ട് അത് വെന്ത് വറ്റുമ്പോൾ ഇറക്കി വെച്ചുകൊണ്ട് അരിയിട്ട് തിളയ്ക്കുമ്പോൾ അരിയിടും. എന്നിട്ട് പിന്നെ അത് ഒന്നുകൂടെ നോക്കി ഒരു അലം കൂടെ കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കും. പിന്നെ അത് രണ്ടാമത് നോക്കുമ്പോൾ അത് വെന്ത് 10 മിനിറ്റ് പോലും വേണ്ട. അത് വേവിച്ച് ഇറക്കി വെച്ച് അടച്ച് ഇനിയിപ്പോൾ ഈ ഉള്ളി താളിച്ച് നല്ലപോലെ ഇച്ചിരി മൊരിഞ്ഞ് വരുമ്പോഴത്തേന് ഉള്ളി ചുമക്കുമ്പോൾ ഉള്ളി കോരി വെക്കും. സബോളയാണ്. പിന്നെ കപ്പലണ്ടി പരിപ്പുണ്ട്. മുന്തിരിങ്ങ തീർന്നു പോയി. അപ്പോൾ മുന്തിരിങ്ങ ഇല്ലാതെയാണ് വെക്കുന്നത്. മുന്തിരിങ്ങയും കൂടെ ഇടണം. പിന്നെ മല്ലിയില അതും കൂടെ ഇടണം. അപ്പോൾ ചോറ് റെഡിയാവും. ഉള്ളി ഒരു ശകലം ഇങ്ങനെ മൂത്ത് പോയി. ഇത്ര മൂക്കണ്ട, ചുമന്ന് കിട്ടിയാൽ മതി. അത് എന്തെങ്കിലും ഒരു ഇച്ചിരി പാപ്പഴ വറ്റിപ്പോയി, കുഴപ്പമില്ല. ഇനി ഇത് കപ്പലണ്ടിപ്പരിപ്പ് ഇടുകയാണ്. ഇത് പിന്നെ ചെറുതായിട്ട് മൂത്താൽ മതി. ഒന്ന് ഇട്ടിട്ട് എളുപ്പം എടുക്കണം. ഇതായി എടുക്കുകയാണ്.
തീ എടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം. വേണ്ട, ചോറ് നല്ല ഇതായിട്ടാണ് വന്നിരിക്കുന്നത്, ഒരു കുഴപ്പവുമില്ല. ഇതിൻ്റെ പുറത്തോട്ടാണ് ഇതെല്ലാം ഇടേണ്ടത്. ഇതിടുകയാണ്. ഉള്ളിയും കപ്പലണ്ടി പരിപ്പും എല്ലാം കൂടെ ഇടുവാണ്. പിന്നെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇത്തിരി മല്ലിയിലയും കൂടെ ഇട്ടാൽ മതി. മല്ലിയില ഇച്ചിരി ചെറുതായിട്ട് ഉണങ്ങാൻ തുടങ്ങി ആണേ. ഇതേ മല്ലിയില ഇട്ട് ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ അടച്ചു വെക്കണം. ഇത്തിരി നെയ്യ് ഒഴിക്കണം. ഇത് നെയ്യ് കൂടെ ഇത്തിരി ഒഴിക്കാം. നെയ്യ് ഒഴിച്ചു. ഇനിയിപ്പോൾ ഇതിങ്ങനെ അടച്ച് വെച്ചാൽ മതി. ഇച്ചിരി കഴിയുമ്പോൾ എടുത്ത് ചോറുണ്ണാം. നല്ല ഇതാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി. നമ്മുടെ നെയ്ച്ചോറ് ശരിയായിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പൂൺ ഒന്ന് കഴിച്ചു നോക്കാം, നല്ലതാണോ എന്ന്. ഞാൻ മോക്ക് കൊടുക്കാം. മോളൊന്ന് നോക്കിയാടി ചോറ് എങ്ങനെയുണ്ടെന്ന് നോക്കി. എന്നാൽ ഈ ചോറിൽ ഒരു ശാലം തിന്ന് നോക്കിയേ എങ്ങനെയുണ്ട്, ഉപ്പുണ്ടോ, മുളക് അല്ല നല്ലതാണോ എന്നറിയാൻ, രുചിയുണ്ടോ എന്നൊക്കെ. സൂപ്പർ. അത് ചോറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ആദ്യമേ എടുത്താണ് വീഡിയോ, ഇനി നല്ലപോലെയൊക്കെ എടുക്കാം. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.